arithmetic and geometric arithmetic and geometric progression. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ കൂട്ടി പോവുകയോ ഒരേ നമ്പർ കുറച്ച് പോവുകയോ ചെയ്യുന്നതിനാണ് എ പി എന്ന് പറയാം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. അതായത് ഇപ്പം എന്താ ഒരു ഉദാഹരണം പറയാം. 5, 10, 15, 20, 25, 30, 35, 40, 45. ഇതിന്റെ പ്രത്യേകത എന്താ? 5 തുടങ്ങി 5 കൂട്ടി പോവുക. അപ്പോൾ ഇതൊരു എ പി ആണ്. 100, 90, 80, 70, 60, 50, 40, 30, 20, 10, -10, -20, -30 ആണ്. ഇതെന്താ? ഇത് 100 സ്റ്റാർട്ട് ചെയ്തിട്ട് 10 കുറച്ച് പോവുക. മനസ്സിലായോ? ഈ രണ്ടും എന്താ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ കൂട്ടി പോവുകയോ ഒരേ നമ്പർ കുറച്ച് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സീക്വൻസ് എന്താണെന്നുള്ള കാര്യം എഴുതാം. ഹെഡിങ് എഴുതിക്കോ. സീക്വൻസ് എന്താണെന്ന് എഴുതാം. സീക്വൻസ് എന്താണെന്ന് എഴുതിക്കോ. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ordered list of numbers is called sequence. എടാ കൂടെ ഷെയർ ചെയ്തു. ഓക്കെ, അപ്പം ഇനി അടുത്തത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഹെഡിങ് എഴുതിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് it is a sequence in which successive terms are obtained by adding a fixed number. അത് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. both positive and negative to the preceding term. എക്സാമ്പിൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? 2, 4, 6, 8, 10 എക്സെട്ര 5, 10, 15, 20, 25, 30 എക്സെട്ര 100, 90, 80, 70 എക്സെട്ര. ഇവിടത്തെ കോമൺ ഡിഫറൻസ് എന്താ? ഈ ആദ്യത്തെ കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ആണ്. രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. മൂന്നാമത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അല്ല, -10. അവിടെ കുറച്ച് പോവാ. അപ്പൊ അതാ പറഞ്ഞത്, കണ്ടോ? സക്സസീവ് ടേംസ് ആർ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് എ ഫിക്സ്ഡ് നമ്പർ. ഇത് അത് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. ഇത് പോസിറ്റീവ് 2 ആഡ് ചെയ്താണ് ഈ സീക്വൻസ് ഉണ്ടാകുന്നത്. ഇത് പോസിറ്റീവ് 5 ആഡ് ചെയ്താണ് ഈ സീക്വൻസ് ഉണ്ടാകുന്നത്. ഇത് -10 ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ 10 കുറച്ച് അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ മറ്റേലും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. അതായത് ഇത് ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തിട്ടുമാണ് ഉണ്ടാവുന്നതെങ്കിൽ മറ്റേത് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തായിരിക്കും ഉണ്ടാകുന്നത്. തൊട്ടടുത്തുള്ള സീക്വൻസ് എന്ത് ചെയ്യാം, എങ്ങനെ ഉണ്ടാകുന്നത്? ആദ്യത്തെ നമ്പറിനെ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഡു ചെയ്യുകയോ ചെയ്തിട്ടാണ് അതുണ്ടാകുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പം അത് ഇങ്ങനെ എഴുതേണ്ടത് ഇറ്റ് ഈസ് എ സീക്വൻസ്. It is a sequence in which successive terms are obtained by multiplying or dividing the preceding term by a fixed number. Both positive and negative. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഇൻഡു ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഇൻഡു ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഉപയോഗിക്കുന്ന നമ്പറുകൾ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അങ്ങനെ ഇൻഡു ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാകുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കിയോ, 54 വന്നു, അടുത്തത് -18 വന്നു, അടുത്തത് 6 വന്നു, അടുത്തത് -2 വന്നു, ഇങ്ങനെ പോവാം. നോക്കിയേ, ഇതിന് ഇത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തുവാ ചെയ്തത്? ഡിവൈഡഡ് ബൈ -3 ആണ് ചെയ്തത്. ഇതിന് ഇങ്ങോട്ട് വരാനോ അതും ഡിവൈഡഡ് ബൈ എന്തുവാ ചെയ്തത്? അല്ല, ഡിവൈഡഡ് ബൈ അവിടെ ഡിവൈഡഡ് ബൈ -3 ആണ് ചെയ്തത്, ശരിയല്ലേ? കാരണം -18 ഡിവൈഡ് ബൈ -3 ആണ് 6. ഈ 6 ന്ന് -2 വരാൻ വേണ്ടി എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈ എന്താണ്? അതും -3 തന്നെയാണ് ചെയ്തത്. മനസ്സിലായോ? അടുത്തത് 3, 6, 12, 24 എക്സെട്ര. ഇതോ നമുക്കറിയാം, ഇത് ഇൻറ്റു 2 ചെയ്തു, ഇതും ഇൻറ്റു 2 ചെയ്തു, ഇതും ഇൻറ്റു 2 ചെയ്തു, അങ്ങനെ ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടിനെ പറ്റിയും പഠിച്ചു. ഇനി നമ്മൾ ആദ്യം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതിയിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫുൾ കൺസെപ്റ്റ് പഠിച്ചിട്ട് പിന്നീടാണ് ജിയോമെട്രിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ എ പി എന്നങ്ങ് എഴുതിയാൽ മതി. എന്നിട്ട് consider a sequence. Consider an arithmetic sequence. Arithmetic sequence. നമ്മൾ എടുക്കാൻ പോകുന്നത് 2, 4, 6, 8 എക്സെട്ര. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതാണെന്നറിയോ? ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണെന്നറിയാമോ? A1 എന്നാണ്. A1 എന്നോ A എന്നോ പറയും, പക്ഷെ നമുക്ക് A1 എന്ന് എടുക്കാം. A1 എന്നോ A എന്നോ പറയും കേട്ടോ. A1 or A എന്നും നമുക്ക് പറയാം, അല്ലേ? അതിവിടെ എത്രയാ? അതിവിടെ 2 ആണ്. സെക്കൻഡ് ടേം എത്രയാ ഇവിടെ? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ A2 എന്ന് പറയും. അത് എത്രയാ? 4. തേർഡ് ടേം എത്രയാ ഇവിടെ? തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? A3 എന്ന് പറയും. അത് എത്രയാ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്ന് പറയുമ്പോൾ എത്രയാണെന്നറിയോ? nth ടേം എന്ന് പറയുമ്പോൾ an. നമുക്കറിയത്തില്ല nth ടേം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എപ്പോഴും എന്താണെന്നറിയോ? an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a plus n minus 1 into di. nth ടേം എന്ന് പറയുമ്പോൾ എത്ര? അവസാനത്തെ ടേം എന്ന് പറഞ്ഞാൽ അങ്ങ് എടുത്തു. പക്ഷെ അവസാനത്തെ ടേം എത്ര? നമ്മൾക്കിപ്പം 50 ആണെങ്കിൽ 50 ആയിരിക്കും അവസാനത്തെ ടേം.
അപ്പം n എത്ര a50 a50 കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടൈം a1 അല്ലെങ്കിൽ a എടുക്കും, സെക്കൻഡ് ടൈമിന് a2, തേർഡ് ടൈമിന് a3, ഫോർത്ത് ടൈമിന് a4. ഓക്കെ, അപ്പം an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ a എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് ടൈം, n എന്ന് പറയുമ്പോൾ ആ എത്രാമത്തെ ടേം ആണെന്നുള്ളത്, d എന്ന് പറയുമ്പോൾ എന്താ d കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതാം. d എന്ന് പറഞ്ഞാൽ എന്താ, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, കോമൺ ഡിഫറൻസ് ആണ്. അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി a2 മൈനസ് a1 ചെയ്താൽ മതി, അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്താൽ മതി. ഇനി d കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടെ എഴുതിയിട്ടോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ അതുകൂടെ എഴുതിയിട്ടോ. നിങ്ങൾ ടെക്സ്റ്റിനകത്തില്ല, ഞാൻ തരുവാണ്. ചില ക്വസ്റ്റിനകത്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ. അടുത്തടുത്ത ടേം തന്നാലല്ലേ a2 മൈനസ് a1 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ അടുത്തടുത്ത ടേം തന്നിട്ടില്ല, ഒന്നാമത് ചിലപ്പോൾ 5ാമത്തെ ടേമോ അടുത്തത് 15ാമത്തെ ടേമോ വന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആ ടേം തന്നിരിക്കുന്ന നമ്പറുകൾ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ആ പൊസിഷൻ എന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാണ്. അതായത് ഇപ്പം ഫിഫ്ത്ത് ടേം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം, ഇതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം. ഫിഫ്ത്ത് ടേം തന്നിരിക്കുന്നത് 10, 20th ടേം തന്നിരിക്കുന്നത് 40. ഇതിന്റെ കോമൺ ഡിഫറൻസ് അടുത്തടുത്ത നമ്പറാണ്, 5th 6th അല്ലെ 40യും 20യും 21ഉം തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാം, ശരിയല്ലേ? ഇത് കണ്ടുപിടിക്കാൻ പാടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ്, ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്താ? ഇവിടത്തെ ടേം എന്ന് പറയുമ്പോൾ ഏതാ, ആ പൊസിഷനിൽ കിടക്കുന്ന നമ്പറാണ് ടേം. 5th പൊസിഷനിൽ കിടക്കുന്ന 10, 20th കിടക്കുന്ന 40. അപ്പൊ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? d is equal to 40 minus 10 divided by പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ പൊസിഷനാ 20th പൊസിഷനും 5th പൊസിഷനും എന്താ 20 minus 5. അപ്പൊ എത്രയാ 30 by 15, എത്രയാ 2. അപ്പൊ 2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. മനസ്സിലായി? അതിനു വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റാണോ? സെറ്റാണ്. ഇനി നമുക്ക് വേറൊരു 2-3 ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേര്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 20th ടേം കണ്ടുപിടിക്കാൻ a plus n minus 1 into d ഡയറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. a20 കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി എന്നറിയോ? a plus 19d ചെയ്താൽ മതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഓൾറെഡി നമുക്കറിയാം a20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാ, a plus n minus 1 into d അല്ലേ? n എത്ര ഇവിടെ 20 അല്ലേ? a plus 20 minus 1 into d എന്ന് പറയുമ്പോൾ എത്ര വരും? a plus 19d എന്നല്ലേ വരും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. എന്തുവാ ഇവിടെ 20 വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ 20 വന്നു കഴിഞ്ഞാൽ ഇവിടെ 19 plus 1 എന്നുള്ള രീതി ഓർത്താൽ മതി. അപ്പം a40 കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? a plus 39d ചെയ്താൽ മതി പോരെ. അതേപോലെ a28 കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? a plus 27d ചെയ്താൽ മതി. മനസ്സിലായോ? a50 കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? a plus 49d ചെയ്താൽ മതി. a21 കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? a plus 20d ചെയ്താൽ മതി. കാരണം എന്താ, n-ന് 21 കൊടുക്കുമ്പോൾ n minus 1 പറയുമ്പോൾ 21 minus 1 20 20d. മനസ്സിലായോ? അതും കൂടെ വേണേ ഒന്ന് എഴുതിയിട്ട് ജസ്റ്റ് ചുമ്മാ കുറച്ച് എക്സാമ്പിൾ. ഒന്നുമില്ല, എഴുതുന്നില്ല. എല്ലാവരും ആപ്ലിക്കേഷൻ ചോദിക്കത്തില്ല. ഓക്കെ, നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. Find the first term and common difference of the
following sequences. Following sequences. ഒന്നാമത്തേത് 5, 9, 13, 17 എക്സെട്ര. കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതേപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എന്താ? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ A1 അല്ലെങ്കിൽ A എത്ര ഇവിടെ ഒന്നാമത്തെ ടേം ഏതാ? 5. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? D. എന്ത് ചെയ്താൽ മതി? ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ? A2 മൈനസ് എത്രയാ? A1 എത്രയാ? 9 മൈനസ് 5 എത്രയാ? 4 ആണോ? ആ. ഇനി അടുത്തത് രണ്ടാമത്തേത് √2, 3√2, 5√2, 7√2. ഇത് പറയേണ്ടത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറയേണ്ടത് നിരഞ്ജനാണ്. പെട്ടെന്ന് പറഞ്ഞ് 30 സെക്കൻഡേ ഉള്ളൂ സമയം. പെട്ടെന്ന് ചെയ്ത്. നിരഞ്ജൻ ഫസ്റ്റ് ടൈം എത്ര? നിരഞ്ജൻ ഫസ്റ്റ് ടൈം എത്രയാ? ഫസ്റ്റ് ടൈം എത്രയാടേ? നിരഞ്ജൻ കേക്കുന്നില്ലേ? ആ എന്നാ പറഞ്ഞ ഫസ്റ്റ് ടൈം എത്രയാ? എടാ ഫസ്റ്റ് ടേം. എടാ ഒന്നാമത്തെ ടേം ഏതാടെ ഇതിനകത്ത്? ഈ സീക്വൻസിനകത്ത് ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? √2. അപ്പൊ D എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? A2 മൈനസ് A1 ആണ്. A2 എന്താ ഇവിടെ? 3√2. A1 എത്ര ഇവിടെ? √2. അപ്പൊ എത്ര വരും? ഇവിടൊക്കെയാണ് കൺഫ്യൂഷൻ. അയ്യോ, ഇങ്ങനെ റൂട്ട് വരുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞിട്ടുള്ളത്? എന്തോ വെച്ച് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ആൻസർ അറിയോ? ആണോ? ഇത് 3 മാങ്ങ 3 റൂട്ട്, ഇത് 1 മാങ്ങ 1 റൂട്ട്. 3 മാങ്ങയിൽ നിന്ന് 1 മാങ്ങ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര മാങ്ങയുണ്ട്? 2 മാങ്ങ. അപ്പൊ 3 റൂട്ടിൽ നിന്ന് 1 റൂട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര റൂട്ട്? 2 റൂട്ട്, 2 റൂട്ട്. ഇത് എത്ര തവണ പറഞ്ഞ മനസ്സിലായോ നിരഞ്ജൻ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇത് രണ്ടെണ്ണം ഹോംവർക്ക്. അതായത് 1, 1.5, 2, 2.5 എക്സെട്ര. ഇത് ഹോംവർക്കാണ്. അതേപോലെ തന്നെ അടുത്ത നാലാമത്തെ ഈ പാർട്ടിലെ അടുത്ത ഹോംവർക്ക് 3, -1, -5, -9, -13. എപ്പോഴും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തിരിക്കണം. ഓക്കെ, ഇത് രണ്ടെണ്ണം ഹോംവർക്ക്. ഈ ഹോംവർക്ക് എല്ലാം പിറ്റേ ദിവസം എനിക്ക് ഇട്ട് തരണം, ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇനി ഞാൻ പറയത്തില്ല. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുത്തോ സന, നിരഞ്ജൻ? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ nth term of the following sequence. following sequence.
അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4, 10, 16, 22 എന്ത് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു? എന്തുവായിരുന്നു ദേവനാരായൺ? a plus n minus 1 into d. അതായത് എന്ത് ടൈം എന്ന് പറയുമ്പോൾ a n ആണോ? അങ്ങനെ പറയണം. a n ഈസ് ഈക്വൽ ടു എന്താ? a plus n minus 1 into d. ഇവിടെ എന്ത് ടൈം a n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് പറഞ്ഞ ആൻസർ പറഞ്ഞ ഇതിന്റെ a എന്താ ഇവിടെ? ദേവനാരായണനോടാ. 4 പ്ലസ് എന്നിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ n മൈനസ് 1 അതേപോലെ തന്നെ കൊടുക്കണം. d എത്ര ഇവിടെ? 5. d എത്ര? 6. ഓക്കെ 6 ഇങ്ങനെ ആണോ? ഇനി എന്ത് ചെയ്യണം? n ഈസിക്കൽ ടു 4 പ്ലസ് ഈ 6നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഫൈനലാക്കി എഴുതണം. എങ്ങനെയാ? 6നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6n മൈനസ് 6 എന്ന് വരും. വീണ്ടും നമുക്ക് ചെയ്യാമല്ലോ. എന്തുവാ? 4 മൈനസ് 6 എത്രയാ? -2 ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? 6n മൈനസ് 2. ഇതായിരിക്കും an-ന്റെ ആൻസർ. എന്ത് ടൈം ഇതായിരിക്കും. എന്നിന് 1 ഇട്ട് കൊടുത്താൽ ഞാൻ നോക്കി. എന്നിന് 1 ഇട്ട് കൊടുത്താൽ നോക്കി a1 കിട്ടും. a1 ഈസിക്കൽ ടു 6 into 1 minus 2 എത്രയാ? 6 minus 2 എത്രയാ? 4 അല്ലേ നമ്മുടെ ആദ്യത്തെ. എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി 6 into 2 minus 2 എത്രയാ? 12 minus 2 എത്രയാ? 10 അല്ലേ 2 ഉണ്ടോ? അപ്പം ഈ an-ന്റെ ഇക്വേഷനകത്ത് എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ള നമ്പറുകൾ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ആരോണ് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ആൻസർ പറയണം പെട്ടെന്ന്. വളരെ കുറച്ച് സമയം തരത്തുള്ളേ. 2, 2.5, 3, 3.5 എക്സെട്ര. ഇതിന്റെ എന്ത് ടൈം പറഞ്ഞോ? എന്ത് ടൈമിന്റെ ഇക്വേഷൻ എന്താ? അല്ല, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് പറയണം. n is equal to a plus n minus 1 into 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. a എന്താ? 2 പ്ലസ് എന്നിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ n മൈനസ് 1 അതുപോലെ കൊടുത്തു. d എത്ര ഇവിടെ? d 2.5 മൈനസ് 2 അപ്പൊ എത്രയാ? 0.5. 0.5. അപ്പൊ നമുക്ക് ഇവിടെ 0.5 കൊടുക്കാം. ഇനി അപ്പൊ എന്താ ചെയ്യണ്ടേ? -0.5 ഇനി 2 minus 0.5. എത്ര? 1.5. അപ്പൊ ഫൈനൽ ആൻസർ 1.5. അപ്പം 0.5 എന്നിന്റെ വാല്യൂ ടേം ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു പാറ്റേൺ പഠിക്കാം. എന്നാണ് അതായത് 0.5n പ്ലസ് എത്ര വരും? 1.5. ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5 പ്ലസ് 0.5n എന്ന് എഴുതാം. രണ്ടും പ്ലസ് അല്ലേ? എങ്ങനെ വേണേ എഴുതാം. ആണോ സന? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇത് രണ്ടെണ്ണം ഹോംവർക്ക് നോക്കിയോ. ഇത് √2, √8, √18. അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു തരാം. √18, √32 ഇത് ഞാൻ ചെയ്തു തരാമേ. ഓക്കെ, ഇത് നോക്കിയോ. ഇത് ഫസ്റ്റ് ടൈം എന്താ? a എന്താ ഇവിടുത്തെ? √2. കോമൺ ഡിഫറൻസ് d എന്താ? √8 മൈനസ് √2 എങ്ങനെ ചെയ്യും? √6 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ ആണ് അതിനകത്ത് ഒരു കാര്യം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെല്ലാം ഈ സീക്വൻസിനെ എല്ലാം ഒന്ന് മാറ്റണം. എങ്ങനെയാണെന്നറിയാമോ? ഇത് √2. 8നെ നമുക്ക് 4 into 2 എന്ന് എഴുതാം. റൂട്ടിനകത്ത് 4ന് റൂട്ട് ഉണ്ട് 2 പുറത്തിറക്കി. ബാക്കി എത്ര? 2√2. അപ്പൊ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2√2 എന്ന് എഴുതാം. അടുത്തത് 18നെ നമുക്ക് എന്തെന്ന് എഴുതാം? 9 into 2 എന്ന് എഴുതാം. റൂട്ടിനകത്ത് ഇവിടെ ശ്രദ്ധിക്കണം. 9 into 2. 9 റൂട്ട് ഉണ്ട് 3. അപ്പൊ 3√2 എന്ന് എഴുതാം. അപ്പം 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 3√2 എന്ന് എഴുതാം.
32നെ അപ്പോൾ നമുക്ക് 5√2 എന്ന് എഴുതാം. അല്ല 4√2 വരും. 16 4√2 എന്ന് എഴുതാം. എന്നിട്ട് ഇങ്ങനെ പോകും. ശരിയല്ലേ? ആണോ? ഇപ്പൊ ഫസ്റ്റ് ടൈം എന്താ? √2. ഇപ്പൊ കോമൺ ഡിഫറൻസ് എന്താ? 2√2 മൈനസ് √2. 2 മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര മാങ്ങയാ? ഒരു മാങ്ങ. അപ്പൊ √2 ആണ് ഇവിടുത്തെ എന്ത് കോമൺ ഡിഫറൻസ് ആണ്. ഇത് എ അറിയത്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മാർക്ക് കിട്ടത്തില്ല. മനസ്സിലായി? ഇനി വേണം എ എന്ന് കണ്ടുപിടിക്കാൻ. എന്താ? എ n ഈസിക്കൽ എന്താ? a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. അങ്ങനെയാണെങ്കിൽ a n ഈസിക്കൽ ടു a √2 ആണ്. √2 പ്ലസ് n-1 ഇൻറ്റു എന്തെന്ന് തന്നെ വരും? √2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ √2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസിക്കൽ ടു a n ഈസിക്കൽ ടു √2 പ്ലസ് √2n മൈനസ് എന്താ? √2 പ്ലസ് √2 മൈനസ് √2 എന്ത് ചെയ്തു? കിട്ടി. ബാക്കി എന്തെന്ന് വരും? a n ഈസിക്കൽ എന്തെന്ന് വരും? √2n എന്ന് വരും. നിങ്ങൾ എന്നിന് 1 ഇട്ട് കൊടുത്തേ. അപ്പൊ a1 ഈസിക്കൽ എത്ര വരും? √2 എന്ന് തന്നെ വരും. ഇനി 2 ഇട്ട് കൊടുത്തേ. a2 ഈസിക്കൽ എന്ന് വരും? √2 ഇൻറ്റു 2 റൂട്ട് അല്ല ഒരു റൂട്ട് ഓഫ് 2 ഇൻറ്റു n അല്ലയോ? പ്ലസ് √2 മൈനസ് √2n തന്നെ കറക്റ്റ്. അതായത് എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? 2√2 ആയി. കണ്ടോ? 2√2 അല്ലേ രണ്ടാമത്തെ. എന്നിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ a3 ഈസിക്കൽ ടു 3√2. കണ്ടോ? 3√2. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് പറയാ. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഇത് തന്നെ ചെയ്യണം. ഈ സെക്ഷന്റെ ഹോംവർക്ക് ആണ് ക്വസ്റ്റ്യൻ. അതായത് 3/2 ക്വസ്റ്റ്യൻ ആണ് 3/2 1/2 -1/2 -3/2 എക്സെട്ര. ഇത് ഹോംവർക്ക് ചെയ്ത് എനിക്ക് നാളെ വൈകിട്ടുള്ളിൽ കിട്ടണം. ഓക്കെ, എഴുതി കഴിഞ്ഞു. അടുത്തത് ഫൈൻഡ് ദ 11th term of the AP 7, 13, 19, 25. അപ്പൊ 11th ടേം എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം? എന്താ കണ്ടുപിടിക്കേണ്ടത്? 11th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം എ അല്ലെങ്കിൽ a1, സെക്കൻഡ് ടേമിനെ എന്തെന്ന് പറയും? a2, തേർഡ് ടേമിനെ എന്തെന്ന് പറയും? അപ്പൊ 11th ടേമിനെ എന്തെന്ന് പറയണം? a11 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? an കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പോലെ തന്നെ എന്താ? an ഇക്വേഷൻ എന്താ? a പ്ലസ് എന്താ? n-1 ഇൻറ്റു ടി ആണല്ലോ. അപ്പൊ a11 എന്തായിരിക്കും? a11 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? a11 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a പ്ലസ് 11-1 ഇൻറ്റു ഡി അഥവാ എന്തെന്ന് എഴുതാം? a പ്ലസ് 10d എന്ന് എഴുതാം. പഠിപ്പിച്ചാണോ? തൊട്ടുമുമ്പേ പഠിപ്പിച്ചതാ. അപ്പൊ ഇനി ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? a കണ്ടുപിടിക്കണം. a 7 ആണ്. d എത്രയാ ഇവിടെ? 13 - 7 ആണ്. എത്രയാ? 5 ആണ്. അല്ല 6 ആണ്. അപ്പം a7ഉം ഇതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 7 പ്ലസ് 10 ഇൻറ്റു 6. അപ്പൊ എത്രയാ? ബോട്ട് മാസ് റൂൾ വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണം? ബോട്ട് മാസ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പൊ 10 ഇൻറ്റു 6 60, 60 പ്ലസ് 7 എത്രയാ? 67. ഇത് രണ്ടെണ്ണം ആദ്യം ചെയ്യണേ. കാരണം ബോട്ട് മാസ് റൂൾ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം പോയിട്ട് 7 പ്ലസ് 10 ഇൻറ്റു 6 17 ഇൻറ്റു 6 എന്ന് ചെയ്യരുത്. ഓക്കെ, അപ്പം 7 പ്ലസ് എത്ര? 60 എന്ന് വരും. അവിടെ നിന്ന് 67 വരും. അപ്പൊ 11ാമത്തെ ടേം ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 25 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന എത്രയാ? അടുത്ത 31, 37, 43, 49, 55 അങ്ങനെ പോകുമ്പോൾ നമുക്ക് 67 കിട്ടും. ഓക്കെ ആണല്ലോ? പെട്ടെന്ന് ചെയ്തേ. ആരോണ് എഴുതിയോ?
ഈ ചാപ്റ്റർ AP വളരെ സിമ്പിളാ, പക്ഷെ GP ഇച്ചിരി പാടാ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നോക്കിക്കോളൂ. ചെക്ക് വെദർ -150 is a term of AP 11,852 etc. ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലാക്കണം എങ്ങനെയാ ചെയ്യുന്നത്. അതായത് -150 ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ -150 വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ -150 വരുവാണെങ്കിൽ അവിടെ എന്നിന് എന്ത് വാല്യൂ ആണ്? എന്നിന് കൃത്യം ഒരു വാല്യൂ ആണ്. ഇപ്പം A60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -150 എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ എത്രയാ? 60. എന്നിന് കൃത്യമായിട്ട് വാല്യൂ ആണ്. എന്നിന് കൃത്യമായിട്ടൊരു വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എന്നിനിപ്പം ഡെസിമൽ വാല്യൂസ് ആണ് കിട്ടുന്നെങ്കിൽ എന്നിന് എപ്പോഴും ഡെസിമൽ വാല്യൂ വരും. n എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 1, 2, 3, 4, 1.5 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ എന്നിന്? ഇല്ല. 2.5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടോ എന്നിന്? ഇല്ല. അപ്പം ഈ ഏതെങ്കിലും ഒരു ടേം ഈ സീക്വൻസിലെ ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്നറിയോ? n ആണ് കണ്ടുപിടിക്കുന്നത്. n കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഡെസിമൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് അതിന്റെ ടേം അല്ല. n കണ്ടുപിടിച്ചിട്ട് ഡെസിമൽ വാല്യൂ ഇല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പറാ കിട്ടിയെങ്കിൽ അതെന്താ? അത് ആ ടേം ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയോ. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? അപ്പം an = a + n-1 × d ആണ് ഇക്വേഷൻ. ഇവിടെ തന്നിരിക്കുന്നത് a എത്ര? ഫസ്റ്റ് ടേം 11 തന്നിട്ടുണ്ട്. d എത്ര? d കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അപ്പം 11 - 8 എന്ന് a അല്ലേ? സെക്കൻഡ് ടേം ഇവിടെ 8 ആണ്. 8 - 11 എന്ന് പറയുമ്പോൾ നമുക്ക് -3 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ -150 എന്തായിട്ട് എടുക്കണം? എന്നായിട്ടല്ല, എന്നാ കണ്ടുപിടിക്കേണ്ടത്? എന്ത് പൊസിഷനിലുള്ള ടേം ആണ് എന്താണ് -50? അപ്പൊ എന്താ? ഏനയുടെ ഇപ്പം 11 എന്ന് പറയുമ്പോൾ ഏതാ? A1 ആണ് 11 ആണോ? A2 ആണ് എന്ത്? 8. A3 ആണ് എന്ത്? 5. അപ്പം an ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? -150 ആയിട്ട്. അപ്പം എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താ ഈ 150 അതിന്റെ ടേം ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചിന്തിക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റിനകത്ത് an എന്തിട്ട് കൊടുക്കുക? ആ വാല്യൂ അല്ലെങ്കിൽ ആ ടേം ആണോ എന്നല്ലോ ചോദിച്ചിരിക്കുന്ന ആ നമ്പർ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഇവിടെ നോക്കി -150 = a 11 പ്ലസ് n എന്താ? n ആണ് കണ്ടുപിടിക്കുന്നത്. -1 × d എന്ന് പറയുന്നത് മൈനസ്. ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും. -150 = 11 പ്ലസ് ഇവനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? -3 പ്ലസ് 3 എന്ന് വരും. കാരണം എന്താ? -3 × -n അതേപോലെ തന്നെ -3 × -1 എന്ന് പറയുമ്പോൾ +3. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങ് എഴുതാം. കാരണം എന്താ? 11 ഈ മൈനസ് നടുക്കോട്ട് വരുമ്പോൾ -3n + 3 എന്ന് വരും. അപ്പൊ വീണ്ടും നമ്മൾ 11 + 3 14. അപ്പൊ -150 = 14 - 3n ആണോ? ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ -3n ഇങ്ങോട്ടും -150 ഇങ്ങോട്ടും കൊണ്ടുവരും. -3n അങ്ങോട്ട് പോകുമ്പോൾ +3n ആവും. 14 -150 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +150 ആവും. അപ്പൊ 3n = 164 എന്ന് വരും. n = 164/4 164/3 ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം i3 15 അല്ലേ? 5 × 3 15 ആണോ? 5 × 3 15 ആണ്. ബാക്കി 164/3 i3 15 14 4 3 12 2.0 6 കണ്ടോ? 54.6 54 എന്നിന്റെ വാല്യൂ 54.6 വരുമോ? ഇല്ല. അപ്പം 150 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ടേം ആണോ? അല്ല. അപ്പൊ നമുക്ക് ഇത് 54.6 ആയിട്ടുള്ളത്. therefore നമുക്ക് എന്ത് എഴുതാം? therefore അതായത് എഴുതേണ്ടത് n should be a positive integer. So എന്താണ് എഴുതാം? so എന്താ? so -150 is not a term of this sequence.
ഇത് മനസ്സിലാകാത്തവർ ചോദിക്കുക, മനസ്സിലാകാത്തവർ നിർബന്ധമായിട്ടും ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ടേംസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? എൻ ആണോ എൻ ആണോ കണ്ടുപിടിക്കുന്നത്? എൻ കണ്ടുപിടിക്കുമ്പോൾ ആ പൊസിഷനിൽ കിടക്കുന്ന നമ്പറാണ് എൻ. ഇപ്പം 2, 4, 6, 8, 10. ആ 10 എന്ന് പറയുന്നത് A5 ആ, അത് അഞ്ചാമത്തെ പൊസിഷനിൽ കിടക്കുന്നതാണ്. ആ 5 എന്നുള്ളതാണ് അവിടെ എൻ. ആ A5 എന്ന് പറയുമ്പോൾ 10. അപ്പം ആ ടേം ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? 10 ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ടേം എനും നമ്പർ ഓഫ് ടേംസ് എന്നും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ ഫോളോയിങ്. അപ്പൊ എന്താ? അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, 3, 8, 13, 18 എക്സെട്ര ഇങ്ങനെ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 18 എക്സെട്ര അപ് ടു 78 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ nth ടേം അല്ലേ ഈ തന്നിരിക്കുന്നത് 78 ലാസ്റ്റ് ടേം. അപ്പൊ എൻ ആണോ തന്നിരിക്കുന്നത്, എൻ ആണോ തന്നിരിക്കുന്നത്? എൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പം എൻ അല്ല തന്നിരിക്കുന്നത്. എൻ എന്ന് പറയുമ്പോൾ ഇത് 1, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് nth ടേം. ശരിയല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇത് A1, ഇത് A2, ഇത് A3, ഇത് A4, ഇത് ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ എൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എൻ ആണ് 78 തന്നിരിക്കുന്നത്. 78ാമത്തെ നമ്പർ വരാൻ എത്ര, 78ാമത്തെ പൊസിഷൻ അല്ലെ 78ാമത്തെ നമ്പർ വരാൻ അല്ലെങ്കിൽ നമ്പർ ഉള്ള പൊസിഷൻ ഏതാ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എൻ ഈസിക്കൽ എന്ത് തന്നെയാ? A+n-1 × ഡിക്കകത്ത് എന്ത് ചെയ്താൽ മതി? എന്നിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുക? 78 ഈസിക്കൽ ടു ഫസ്റ്റ് ടേം 3 പ്ലസ് n എന്താ? n കണ്ടുപിടിക്കണം ഇൻറ്റു എന്താ? ഡി എത്രയുടെ? ഡി എന്ന് പറയുന്നത് 8 - 3 ആണ് 5. ഓക്കെ, അപ്പം 78 ഈസിക്കൽ ടു 3 പ്ലസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5n - 5 എന്ന് വരും. വീണ്ടും 78 ഈസിക്കൽ ടു 3 - 5 എന്ന് പറയുമ്പോഴത്തേക്ക് -2 ആണ്. അപ്പം നമുക്ക് 5n - 2 എന്ന് എഴുതാം. -2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 78 + 2 ഈസിക്കൽ എന്തെന്ന് വരുന്നു? 5n എന്നാവുന്നു. 80 ഈസിക്കൽ ടു 5n എന്നാവുന്നു. അവിടുന്ന് n ഈസിക്കൽ എത്ര വരും? 80/5. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 16. അപ്പൊ n ഈസിക്കൽ എത്രയാണ്? 16. അതിനർത്ഥം എന്തുവാ? A16 ആണ് 78 എന്ന്. മനസ്സിലായെങ്കിലേ ആയെന്ന് പറയാവൂ. ഹോംവർക്ക് ചെയ്തൊന്നും വന്നില്ല പിന്നെ എല്ലാത്തിനും ഞാൻ ഇടിക്കുവായി. ഓക്കെ, ഇതിന്റെ ഈ സെഷന്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 18 15.5 13 10.5 എക്സെട്ര അപ് ടു -40. ആ സെഷന്റെ ഹോംവർക്ക്. അപ്പം എന്നും എനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എപ്പോഴും. എൻ എന്ന് പറയുമ്പോൾ പൊസിഷനാണ്, എൻ എന്ന് പറയുമ്പോൾ ആ പൊസിഷനിലുള്ള ടേം ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹൗ മെനി 3-digit numbers are divisible by 5? അപ്പൊ ആദ്യം 3-digit നമ്പറിനെ പറ്റി ഒരു അറിവ് വേണം. 3-digit നമ്പർ എവിടെ തൊട്ട് എവിടെ വരെയാ? 100 തൊട്ട് 999 999. ഇതിനകത്ത് 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് ഏതാ? 100 5 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് 105. അങ്ങനെ ഇങ്ങനെ സീക്വൻസ് പോകുന്നത്. ഡിവിസിബിൾ ബൈ 5 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 5 ആയിരിക്കും. അങ്ങനെയാണ് ലാസ്റ്റ് ടേം ഏതായിരിക്കും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്?
3 ഡിജിറ്റ് 995. അപ്പോൾ നമുക്ക് എ കിട്ടി, എന്നും കിട്ടി. അപ്പൊ ഇതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ 5? അപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത്? എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? എ എന്നല്ല കണ്ടുപിടിക്കുന്നത്, എന്നാ കണ്ടുപിടിക്കുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ എ എൻ ഈസിക്കൽ ടു എന്താ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ. എ എൻ ഇവിടെ എന്തായിട്ട് എടുക്കുക? 995 ആയിട്ട് എടുക്കുക. എ ഇവിടെ എന്തായിട്ട് എടുക്കുക? 100 ആയിട്ട് എടുക്കുക. എൻ ഇവിടെ കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എ എൻ 995 എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ഇവിടെ 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് എൻ ഇൻറ്റു 1 എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? കോമൺ ഡിഫറൻസ് എത്രയാ? 105 മൈനസ് 100 ആണ്. എത്രയാ? 5 ആണ്. അപ്പം 995 ഈസിക്കൽ ടു 100 പ്ലസ് 5n മൈനസ് 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 995 ഈസിക്കൽ ടു 100 ന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാ? 95 ആണോ? ആണ്. 95 പ്ലസ് എത്ര എന്ന് വരും? 5n എന്ന് വരും. ശരിയല്ലേ? 5n എന്ന് വരും. ആണോ? 95 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 995 മൈനസ് 95 ഈസിക്കൽ ടു 5n. അപ്പൊ എത്ര വരുന്നു? ബാക്കി ഇങ്ങോട്ടേക്ക് ചെയ്യാണ്. 995 പോയി കഴിഞ്ഞാൽ ബാക്കി 900 ഈസിക്കൽ എത്രയാ? 5n. അവിടുന്ന് 900 ഡിവൈഡ് ബൈ 5 ഈസിക്കൽ എത്രയാ? n. കട്ട് ചെയ്യാം. എത്രയാ? 1 5 4 5 40 180. n എത്രയാ? 180. അപ്പൊ മൊത്തം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 180 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. നിങ്ങളിങ്ങനെ സീക്വൻസ് എഴുതി പോകാമെങ്കിൽ എ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 995. ഡൗട്ടുള്ളവർ ചോദിക്കണം. വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ determine the AP whose third term is 5 and seventh term is 9. മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ എത്ര? 5ഉം ഏഴാമത്തെ ടേം എത്ര? 9 ആണ്. അങ്ങനെയാണെങ്കിൽ AP കണ്ടുപിടിക്കണം. AP കണ്ടുപിടിക്കണേ എന്താ വേണ്ട? AP കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസും വേണം. ഇതിപ്പം മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? A3 എത്ര തന്നിരിക്കുന്നത്? 5. അതേപോലെ തന്നെ സെവൻത് ടേം എന്ന് പറയുമ്പോൾ എത്രയാ? സെവൻത് ടേം എത്ര തന്നിരിക്കുന്നത്? A7 എത്ര തന്നിരിക്കുന്നത്? 9. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു. അടുത്തടുത്ത ടേം ഇല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്തുവാ? B ഈക്വൽ എന്താ? ടേം ഡിഫറൻസ് ബൈ എന്താ? പൊസിഷൻ ഡിഫറൻസ് ആണോ? അപ്പം ഇവിടെ ടേം ഡിഫറൻസ് എന്താ? ടേം ഏതാ? 9ഉം 5ഉം. പൊസിഷൻ ഏതാ? 7ഉം 3ഉം. അല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ 9 മൈനസ് 5 ഡിവൈഡ് ബൈ എത്രയാണ്? 7 മൈനസ് 3. അപ്പം 9 മൈനസ് 5 4, 7 മൈനസ് 3 എത്രയാണ്? അതും 4. 4 ബൈ 4 എത്രയാണ്? 1. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. A1, A2, A3, A4, A5, A6, A7. ഓക്കെ. A3 ആണ് എത്ര തന്നിരിക്കുന്നത്? 5 ആണോ? അപ്പൊ A4 എന്ത് വരും? കോമൺ ഡിഫറൻസ് വന്നാണെങ്കിൽ എന്താ? ഒന്ന് കൂട്ടി എഴുതാതെ 6, 7, 8, 9. അപ്പൊ ഇവിടെ എന്ത് എഴുതിയാൽ മതി? 4, 3 എന്ന് എഴുതിയാൽ. അപ്പൊ ഫസ്റ്റ് ടൈം എത്രയാണ്? 3 കണ്ടോ? അപ്പൊ സീക്വൻസ് ഏതാ? 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ വരുന്ന ക്വസ്റ്റിനകത്ത് ഈ രീതി ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് വരും. എന്തുവാ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. A3 എന്ന് പറയുമ്പോൾ A+2D ഈക്വൽ ടു 5ഉം ഇതിനെ A+6D ഈക്വൽ ടു 9ഉം വരും. എന്നിട്ട് മറ്റേ സൈമൾട്ടേനിയസ് ഇക്വേഷൻ അതേപോലെ ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടും നല്ല ഏതാ? ഇതല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നയൻത് ടേം from the last of AP 10, 7, 4, etc. up to minus 60. കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുക. ലാസ്റ്റിൽ നിന്നുള്ള 9 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തെടുത്താൽ മതി? ലാസ്റ്റിൽ നിന്നുള്ള 9ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റിൽ നിന്നുള്ള 9ാമത്തെ ടേം അല്ല, ലാസ്റ്റിൽ നിന്നുള്ള 9ാമത്തെ ടേം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ സീക്വൻസ് തിരിച്ച് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടേം -62 ആയിട്ട് എടുക്കുക, എന്നിട്ട് 9th ടേം കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ വെച്ചിട്ട് an വെച്ചിട്ട് ഇതിന്റെ n കണ്ടുപിടിക്കുക. n കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, n കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് n കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്ര ടേം ഉണ്ടെന്ന് കിട്ടും. അപ്പം 25 ടേം ഉണ്ടെങ്കിൽ പുറകിൽ 9ാമത്തെ ടേം എന്ന് പറയുമ്പോൾ 16ാമത്തെ ടേം, A16 കണ്ടുപിടിച്ചാൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് അങ്ങനെ കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലെ കണ്ടുപിടിക്കാം. ഇവിടെ an എന്താ, ലാസ്റ്റ് ടേം എത്രയാ, -62 ആണല്ലോ. a എന്താ ഇവിടെ 10. കോമൺ ഡിഫറൻസ് എന്താ ഇവിടെ 7 - 10 എത്രയാ, -3. an കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, a + n - 1 × d ആണോ? അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -62 = 10 + n - 1 × -3. അപ്പം -62 = 10 + -3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 + 3 എന്ന് വരും. ബ്രാക്കറ്റ് മാറ്റി എഴുതാം. -62 = 10. ഈ മൈനസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ -3n ഉണ്ട്, -3n + 3 എന്നാണ്. അപ്പോൾ നമുക്ക് വീണ്ടും -62 = 10 + 3 13 ആണ്. 13 - എത്രയാണ്, 3n ആണ്. അപ്പോൾ ഞാൻ 3n മൈനസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ 3n = 13 + 62 എന്ന് വരും. അങ്ങനെയാണ് 3n = 75 എന്ന് വരും. n എത്രയാണ്, 75 / 3 25. അതിനർത്ഥം എന്താ, A25th ടേം ആണ് -62 ആണല്ലോ. അപ്പം പുറകിൽ നിന്ന് 9ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഏത് ടേമാണ്, A16 കണ്ടുപിടിച്ചാൽ പോരെ, ശരിയല്ലേ? ആണോ? പോരെ. അതായത് ബാക്കിൽ 9ാമത്തെ ടേം എന്ന് പറയുമ്പോൾ 25, 24, 23, 22, 21, 20, 19, 18, 17ാമത്തെ ടേം. അപ്പം എന്ത് ചെയ്താൽ മതി, A17 കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് ചോദ്യം എങ്ങനെയാണ്, ടോട്ടൽ ടേംസ് എത്രയാണ്, 25 ആണോ. 9th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്ര, ഫ്രം ദ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ, 17th ടേം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ A17 കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, A + 16d ചെയ്താൽ പോലെ. അപ്പൊ എത്രയാ, A എത്രയാ 10, 16 × d എത്രയാ -3, അപ്പൊ എത്രയാ 10. ഇത് ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് എത്ര, -48 വരും ആണോ. എത്രയാ 10 - 48 വരും. അപ്പൊ എത്രയാ -38. അല്ലെ വേറൊരു സിമ്പിൾ മെത്തേഡ് എന്തോ അറിയോ, ഈ സീക്വൻസിനെ നേരെ തിരിച്ചെടുത്തിട്ട് -62 ഫസ്റ്റ് ടേം ആക്കുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് -3 ആണെന്നറിയാം. അങ്ങനെയാണ് A9 കണ്ടുപിടിച്ചത്. നോക്കാം, ആ രീതിയിൽ ചെയ്ത് നോക്കാം. നോക്കിയേ, ഈ സീക്വൻസിനെ നേരെ തിരിച്ചെടുക്കുക. എന്താ 62 എന്താ ഇങ്ങനെ പോയിട്ട് എന്താ ലാസ്റ്റ് ടേം എത്രയാ, അപ്പൊ 10 വരും. 10 ആണോ, 10 ഇല്ലേ. അപ്പം ഇനി ഇതിന്റെ A9 കണ്ടുപിടിച്ചാൽ പോരെ. A9 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, A + 8d അല്ലേ. അപ്പം A ഇവിടെ -62 + 8 × d എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര, -3. അങ്ങനെയാണെങ്കിൽ എത്രയാ, -62 ഇവിടെ എന്ത് വരും, -3 വരും അല്ലേ. അല്ല, അപ്പൊ +3 ആയിരുന്നു.
ഇങ്ങോട്ട് നോക്കുമ്പോൾ +3 ആ വരുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് +3 വരുന്നത്? തിരിച്ചെഴുതി. അപ്പോൾ +3 ആ വരുന്നത്. അപ്പോൾ എത്ര വരും? -62 പ്ലസ് എത്ര വരും? 824 24 വരും. അപ്പോൾ എത്ര വരും? 62 24 എത്ര വരും? -38 വരും. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇതായതുകൊണ്ട് ഇത് പഠിച്ചാൽ മതി. അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. ഈ മിഡ് ടേം ഓഫ് അർത്ഥമെറ്റിക്സ് ഇത് പഠിപ്പിച്ചായിരുന്നു. മിഡ് ടേം ഇല്ല. ഓക്കെ, ഇതിനകത്ത് ആ മിഡ് ടേം നമുക്ക് പഠിപ്പിക്കാം. ഇതിനകത്ത് ആ നിങ്ങൾക്ക് 9.1 ഇല്ലേ? 9.1 നമ്മൾ ഈ ചെയ്യിച്ച മോഡലേ ഉള്ളൂ എല്ലാം. ആ 9.1 9.1 ഞാനിപ്പോ ഇതിനകത്തിടാം. ഈ അയക്കുന്നതെല്ലാം ഹോംവർക്കാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്യിച്ച മോഡലാണ്. ഇതെല്ലാം ഹോംവർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുക. which term of AP 121 117 113 is its first negative term? ഈ സീക്വൻസിനകത്ത് ആദ്യത്തെ നെഗറ്റീവ് ടേമിന്റെ പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? വിച്ച് ടേം ഓഫ് എ പി, വിച്ച് ടേം ഓഫ് എ പി എന്ന് പറയുന്നത് എന്താ? ആ എ പിയുടെ ഏത് ടേമാണ് എന്ത് ഇതിന്റെ ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്നാണ്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ എന്തായാലും സീക്വൻസ് 121 121 117 113 ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 121 ആണ്. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 117 മൈനസ് 121 എന്ന് പറയുമ്പോൾ എത്ര വരും? -4 വരും. അപ്പൊ എന്തായാലും നെഗറ്റീവ് താഴോട്ട് പോകുന്നതും കൊണ്ട് ഏതോ ഒരു ടേം എന്തായാലും നെഗറ്റീവ് ടേംസ് ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ആദ്യത്തെ നെഗറ്റീവ് ടേമിന്റെ എന്നാ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്? ഐഡിയ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് ചിന്തിച്ച് ഈ ക്വസ്റ്റ്യനോട് ചേർന്ന് നിർത്തിയേക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചതിനകത്ത് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ജയിച്ച മോഡൽ തന്നെ. പെട്ടെന്ന് ഒന്ന് ചിന്തിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഒരു ഗസ് അടിക്കാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്താ എ എൻ ഈസിക്കൽ എന്താ
n ഈക്വൽ ടു a പ്ലസ് എന്താ n മൈനസ് 1 ഇൻറ്റു d ആണ്. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ടേം ഏതാ നമുക്ക് അറിയാത്തടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഫസ്റ്റ് നെഗറ്റീവ് ടേം നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഇങ്ങനെ എഴുതി നോക്കണം. അപ്പോൾ എങ്ങനെ, അതല്ലാതെ എഴുതി നോക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേം ചെയ്യാൻ പറ്റും? അതാണ് ചോദ്യം. എങ്ങനെ നമുക്ക് അതല്ലാതെ ചെയ്യാൻ പറ്റും? എന്റെ മുമ്പിൽ ചോദിച്ചിരിക്കാതെ ആലോചിക്കും. ദേവനാരായണൻ ഒന്ന് പറയാമോ? ദേവനാരായണനോ അല്ലെങ്കിൽ കേട്ടില്ല, കിട്ടുന്നില്ല. ആലോചിക്കേ ഇത് കേട്ടോ. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് തരാം, ഒറ്റ മിനിറ്റ് തരാം, ആലോചിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ നോക്കിയോ, അതായത് ഫസ്റ്റ് നെഗറ്റീവ് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ an എന്തായിരിക്കണം, ഷുഡ് ബി ലെസ് ദാൻ 0 ആയിരിക്കണം. ശരിയല്ലേ? ഇവിടെ an അല്ലേടെ നെഗറ്റീവ് പൊസിഷൻ ആയിട്ട് എടുക്കുന്നത്. എന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണമെങ്കിൽ അതിനർത്ഥം എന്തുവാ, എന്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം, ഇല്ലേ? നമുക്കൊന്ന് ഒരു ഇത് നോക്കിയാലോ. അതായത് ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. an is equal to എന്താ, അതായത് for a negative value an should be less than എന്തായിരിക്കണം, 0 ആയിരിക്കണം. ശരിയല്ലേ? an കണ്ടുപിടിക്കാൻ പോകും. an is equal to നമുക്കറിയാം a plus n minus 1 into d ആണ്. അപ്പോൾ ഇവിടെ aക്ക് 121 കൊടുക്കാം, പ്ലസ് n വാല്യൂ കൊടുക്കുന്നില്ല, പകരം ഡിക്ക് നമുക്ക് -4 കൊടുക്കാം. അപ്പം 121 പ്ലസ് ഈ -4-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4n + 4 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരോണ് ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതുക, അവിടെ ഇരുന്ന് എഴുതി വെക്കാതെ. 121 പ്ലസ് എന്താണ്, ഈ പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -4n + 4 എന്ന് വരുന്നു. അതായത് 125 -4n എന്ന് വരുന്നു a. അപ്പൊ an എത്ര, aന്റെ ജനറൽ ഇക്വേഷൻ എന്താ, 125 - 4n. അപ്പൊ നമുക്ക് അത് എന്തായിരിക്കണം, അതായത് an ലെസ് ദാൻ 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം 125 - 4n ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പം നമ്മൾ 125 മറ്റേ ലീനിയർ ഇനീക്വാലിറ്റി പഠിച്ചില്ലേ, ആ മോഡലാണ് ചെയ്യേണ്ടത്. വൺ 125 ലെസ് ദാൻ എന്താ 4n എന്ന് വരുന്നു. അവിടുന്ന് 125/4 ലെസ് ദാൻ n എന്ന് വരുന്നു, അല്ലേ? അപ്പം 125/4 എന്ന് പറയുമ്പോൾ എത്ര വരും? ആൻസർ 15 ക്വസ്റ്റ്യൻ 9.1 32ാമത്തെ ടേമാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം 125/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 31.5 ആയിട്ടുണ്ട്, ലെസ് ദാൻ. അപ്പൊ n എന്തായിരിക്കണം, അതായത് n ഷുഡ് ബി എന്താണ്, ഇത് 31.5 ലെസ് ദാൻ n എന്ന് പറയുമ്പോൾ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, 31.5 ആയിരിക്കണം. അപ്പം n എന്തായിരിക്കും, 31.1-നെക്കാട്ടിലും വലുതാവണമെങ്കിൽ അടുത്ത കംപ്ലീറ്റ് ഫിഗർ ഉള്ളത് 32. 32ാമത്തെ ടേം മുതലാണ് നെഗറ്റീവ് നമ്പർ തുടങ്ങുന്നത്.
അപ്പം എന്താണ് അപ്പം ഇവിടെ ഇങ്ങനെ എഴുതാം, എന്തെന്ന് എഴുതാം? അതായത് 30 സെക്കൻഡ് ടേം ഷുഡ് ബി എ നെഗറ്റീവ്. ഓക്കെ ആണ്. ഇത്രമേ ഇനി ജയിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ അയച്ചതിനകത്തെ